ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പ്രതീക്ഷാ നിർഭരമായ ഒരു പ്രഭാതത്തിലേക്കും വലിയ സന്തോഷകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതുവർഷത്തേക്കും ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ നല്ല ദിവസത്തിന്റെ പ്രാരംഭത്തിൽ ദൈവവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണിക്കൂറുകൾ നെഹമ്യ മിഷൻ സെന്ററിൽ നമ്മൾ ചെലവഴിക്കുകയാണ്. വിദൂരങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ആയിരുന്നുകൊണ്ടും ഈ നെഹമ്യ മിഷനില് ഇതിന്റെ വചന സന്ദേശത്തില് അനേകര് പങ്കുചേരുന്നുമുണ്ട്. ഈ നെഹമ്യ കുടുംബത്തിന്, കൂട്ടായ്മയ്ക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ, പുതുവർഷത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേൾക്കുന്ന സന്ദേശത്തിലൂടെ, പുതുവർഷ സന്ദേശത്തിലൂടെ കൂടുതൽ കൃപകൾ അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ ദൈവമേ, എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം ഞങ്ങളുടെ ഈ മിഷൻ കേന്ദ്രത്തെ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ, വചന സന്ദേശം ശ്രവിക്കുന്നവരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ആവശ്യമായ പ്രാപ്തി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദൈവം എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിന് നമ്മളിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിട്ടുള്ള, നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ചില നിഗൂഢങ്ങളായ പദ്ധതികൾ, പ്ലാനുകൾ പൂർത്തിയാക്കുവാനുണ്ട്. നമ്മള് കർത്താവിന്റെ അപ്പസ്തോലരാണ്. നമ്മൾ വഴി ദൈവത്തിന്റെ പദ്ധതികൾ പുതിയ വർഷത്തില് പൂർത്തീകരിക്കപ്പെടുവാനുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ വ്യക്തിപരമായി ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട്, ദൈവവുമായി ഉറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. എന്തൊക്കെ പദ്ധതികളാണ് ദൈവം ആവിഷ്കരിക്കുന്നതെന്ന് ദൈവത്തോട് തന്നെ ഉറ്റ ബന്ധം പുലർത്തി നമ്മൾ ചോദിച്ച് അറിയേണ്ടതാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മള് പുതിയ വർഷം ദൈവം തന്ന് അനുഗ്രഹിക്കുമ്പോൾ നമ്മെ എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. ഭരണകൂടങ്ങളും വൈദ്യശാസ്ത്ര ഗവേഷകരും സന്നദ്ധ സംഘടനകളും ഒക്കെ കൈകോർത്ത് നിന്ന് മറികടക്കുവാൻ ശ്രമിക്കുന്ന, മറികടക്കേണ്ട ഒരു പ്രതിസന്ധിയാണല്ലോ COVID-19, കൊറോണ. എല്ലാവരും ഒത്തുചേർന്ന് അശ്രാന്തം പരിശ്രമിക്കുകയാണ്. ശ്ലാഘനീയമായ പരിശ്രമങ്ങളാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധ്യമായ വിധത്തിൽ നമ്മുടെ ഭരണകൂടങ്ങള് ഈ പ്രതിസന്ധിയെ ചെറുത്ത് തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ സാധ്യമായ വിധത്തിൽ നമ്മൾ എല്ലാവരും. പക്ഷേ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി വട്ടപൂജ്യത്തിൽ ചെന്നെത്തിക്കും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയിടൽ
ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് മൗഢ്യമാണ്. കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൊറോണ പ്രതിസന്ധിയില് മനുഷ്യര് തമ്മിലുള്ള അകൽച്ച ഏതാണ്ട് 6 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ്. 6 അടി അകലമെന്ന് കേൾക്കുമ്പോൾ മറ്റു ചില ഓർമ്മകൾ നമുക്ക് വരും. മനുഷ്യൻ 6 അടി മണ്ണിന്റെ ഉടമ മാത്രമാണെന്നുള്ള ഒരു ചിന്ത. മനുഷ്യര് തമ്മിലുള്ള ബന്ധങ്ങൾ നിജപ്പെടുത്തിയിരിക്കുക. ഇത്രയും പാടുള്ളൂ, അതിന് അപ്പുറത്തേക്ക് വരാൻ പാടില്ല. അതിന് മുന്നറിയിപ്പ് കലർന്ന നിജപ്പെടുത്തലാണ്. മനുഷ്യര് തമ്മിലുള്ള ബന്ധങ്ങളെ ഇപ്രകാരം നിയമം മൂലമോ അല്ലാതെയോ ക്രമപ്പെടുത്തുമ്പോൾ ആർക്കും ഒരിക്കലും നിയമം മൂലം ക്രമപ്പെടുത്താൻ പറ്റാത്ത ഒരു ഉറ്റ ബന്ധമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള. എന്റെ ദൈവത്തോട് എത്രമാത്രം അകലം പുലർത്തണമെന്ന് ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാണ്. ഇത്രയൊക്കെ മതി എന്ന് എനിക്ക് തീരുമാനിക്കാം. അത് പോരാ, അതിനേക്കാൾ കൂടുതൽ വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഏതായാലും ഈ കോവിഡ് കാല പ്രതിസന്ധിയിൽ ദൈവത്തോടുള്ള ഉറ്റ ബന്ധം സംസ്ഥാപിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുൻഗണനാ ക്രമത്തിലുള്ള സംഗതി. ദൈവത്തോടുള്ള ബന്ധം, ഉറ്റ ബന്ധം സംസ്ഥാപിക്കുക. അതിനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് പരിശ്രമിക്കാമോ അതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കോവിഡ് കാല പ്രതിസന്ധികള് മനുഷ്യന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന വൈഷമ്യങ്ങള് പലതരത്തിലുള്ളതാണല്ലോ. വളരെ പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ല. കുട്ടികളുടെയൊക്കെ വളർച്ചയില്, പരിശീലനത്തില്, സ്വഭാവ രൂപീകരണത്തില് വന്നുപെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകള് അവർണ്ണനീയങ്ങളാണ്, വിവരിക്കാൻ പറ്റാത്തതാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും തിക്തഫലങ്ങൾ പേറുന്ന ഒരു പുതിയ വർഷമാണ് 2021. കോവിഡ് അനന്തര ഫലങ്ങൾ സംവഹിക്കുന്ന ഒരു വർഷം 2021. കോവിഡിന്റെ പ്രാരംഭ ദശയിൽ ജീവിച്ചിരുന്ന നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് എന്നൊക്കെ നോക്കി നിന്ന് കാണാൻ, ആർക്കൊക്കെ ഈ രോഗം പടരുന്നു എന്നൊക്കെ അറിയാൻ, ഈ രോഗം പകർന്നാലുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അനുഭവിച്ചറിയുവാൻ നമുക്കൊക്കെ പലർക്കും സാധിച്ചു. മറ്റുള്ളവർക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം മാറിപ്പോകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാരംഭ ദശയിൽ നിന്ന് ഇതിന്റെ ശരിയായ, ഏറ്റവും പ്രയാസകരമായ അനന്തര ഫലങ്ങൾ ഉളവാക്കപ്പെടുന്ന പുതിയ വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണ പരിപാടികള്, പദ്ധതികള്, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്ര പരിപാടികള്, മെഡിക്കൽ വേൾഡ് ഒന്നും ആശാസ്യമല്ല. നാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് അനന്തര ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യമാണ്. ആയുസ്സിന്റെ ദൈർഘ്യം. കാരണം ഒരു വർഷം എന്ന് പറയുന്നത് ആയുസ്സുമായി, മനുഷ്യായുസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമയകാലം ഇതെല്ലാം ഒരു വർഷത്തിനുണ്ട്. മനുഷ്യന്റെ ആയുസ് സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുവാൻ, മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഈ പുതിയ വർഷത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 90:10 ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളോട് പറയുക: ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. നമ്മൾ വായിച്ചിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ ഈ പുതിയ വർഷത്തിൽ ഒന്ന് ധ്യാനാത്മകമായി ചിന്തിക്കുവാൻ ഈ വചനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്.
ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. പെട്ടെന്ന് തീർന്ന് കടന്നുപോകും. 80 വർഷം 70 വർഷം ഒന്നുമല്ല. ഈ ഒന്നുമല്ലാത്ത കാലഘട്ടത്തിലും പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഞങ്ങളെ അലട്ടും. അങ്ങനെ അലട്ടിയാലും ഇതെല്ലാം കടന്നു പോകും. വീണ്ടും സങ്കീർത്തനം 90:12 പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഒരു പ്രത്യേക ജ്ഞാനമാണ് ഞങ്ങളുടെ ആയുസ്സിനെ കുറിച്ചുള്ള ചിന്ത ഞങ്ങളെ നയിക്കേണ്ടത്. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ ഞങ്ങൾ എണ്ണുക. അങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ, എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങിയാൽ ഞങ്ങളുടെ ഹൃദയം ഒരു പ്രത്യേക ജ്ഞാനത്തിൽ ചെന്നെത്തി നിൽക്കും, ജ്ഞാനപൂർണമാകും. ഞാൻ വെറുതെ ആയുസ്സിന്റെ ദിനങ്ങളൊന്ന് എണ്ണി നോക്കി. എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ആയുഷ്കാലം 70 അല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ 80 വെച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കി. ദിവസങ്ങൾ, ആയുസ്സിന്റെ ദിവസങ്ങൾ, ദിനങ്ങൾ 80 × 365 29,200 ദിവസങ്ങളാണ്. 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ എത്ര ദിനങ്ങൾ, എത്ര ദിവസങ്ങളാണ്? 29,200 ദിവസങ്ങൾ. ഈ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നാലാണ് ഇത്രയും. ഞാനൊക്കെ 56 വയസ്സ് കഴിഞ്ഞു, ഇനി എത്രയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തരൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. ഈ 80 എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ബോണസ് ആയിട്ട് ദൈവം തരുന്നുണ്ട്. ചിലർക്ക് അത്രയൊന്നും ഇല്ല. ഇനി 70 എന്ന് പറഞ്ഞാൽ അതിന് കുറവാണ്. 70 വയസ്സ് വരെ ജീവിച്ചിരുന്ന 70 × 365 25,550 ദിവസങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഈ കണക്ക് കേട്ട് കഴിയുമ്പോ, ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ എന്ന് കേട്ട് കഴിയുമ്പോ, നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇത്രയൊക്കെ ഉള്ളെന്ന് കേൾക്കുമ്പോ ഏതോ ഒരു തരത്തിലുള്ള ജ്ഞാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നുണ്ട്. ഈ കഴിഞ്ഞത്ര നാളുകൾ ഇതുപോലെയൊക്കെ പോയാൽ മതിയോ? ഇനി അവശേഷിക്കുന്ന ദിനങ്ങൾ ഇതുപോലെ തന്നെ പോയാൽ മതിയോ? ദൈവം കഴിഞ്ഞ കാലങ്ങളിലെ വർഷങ്ങൾ തന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ഇനി ഇതുപോലെയൊക്കെ പോയാൽ മതിയോ എന്ന് ഇന്ന് തീരുമാനിക്കുക. നമ്മള് മാറ്റം വരുത്തണമെന്നുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് ഹൃദയം ജ്ഞാനപൂർണമാകുന്നതിന്റെ അടയാളമാണ്. ഹൃദയത്തിൽ ആത്മാവ് നിറയുന്നതിന്റെ അടയാളമാണ്. ജ്ഞാനം ആത്മാവിന്റെ ഒരു പ്രത്യേക വരദാനമാണല്ലോ ജ്ഞാനം എന്ന് പറയുന്നു. അപ്പോ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകാൻ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുകയും, ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. ഇത്രയും ദിവസങ്ങളെ ഉള്ളല്ലോ ബാക്കി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറയുന്നതല്ല. തമ്പുരാന്റെ മുൻപില് പുണ്യപൂർണമായ ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കാൻ സഹായിക്കട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കുക. അനേകം വർഷങ്ങള് ജീവിച്ചിരിക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഒരു ധനികൻ ചില പ്രസ്താവനകൾ ചെയ്യുന്നുണ്ടല്ലോ, നടത്തുന്നുണ്ടല്ലോ. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ഭോഷനായ ധനികന്റെ ഉപമ. ഈ ഭോഷനായ ധനികന്റെ ഉപമയോട് ചുറ്റിപ്പറ്റിയുള്ള ചില സന്ദേശമാണ് നമുക്ക് ഇന്നത്തെ ഈ ദിവസം ലഭിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഈശോ വിശദീകരിക്കുക ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം. ഒരു ഉപമയും അവൻ പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും?
ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവന്. ഭോഷനായ ധനികൻ, ആ ധനികന്റെ ഉപമ ഈ കൊറോണ കാലവുമായി, COVID-19 കാലവുമായി ബന്ധിപ്പിക്കുക. ഇതിലെ ആദ്യ ഭാഗം കൊറോണ ഇല്ലാത്ത കാലത്ത് ജീവിച്ചിരിക്കുന്നവനാണ്. കൊറോണ ഇല്ലാത്ത കാലത്ത് ജീവിച്ചിരിക്കുന്നവൻ, വളരെ വലിയ സമ്പത്ത്, ഒന്നിനും കുറവില്ല, എല്ലാറ്റിനും സ്വയം പര്യാപ്തത. എനിക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, അതിനു വേണ്ട വലിയ സമ്പത്ത് എനിക്കുണ്ട്. ഞാൻ ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. ഞാൻ എനിക്ക് മതിയായവൻ, എനിക്കുള്ളത് എല്ലാം എനിക്ക് മതിയായവൻ. എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അതിന് മറ്റുള്ളവന്റെ ഓശാരങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഞാൻ മതി. ഇതൊരു പ്രീ കോവിഡ് കാലം, കൊറോണയ്ക്ക് മുമ്പുള്ള കാലമാണ്. ഈ പോക്ക് അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോ ദൈവത്തിന്റെ മനസ്സൊന്ന് പതറി. ഇവന്മാരെ ഇങ്ങനെ പോയാൽ, ഇങ്ങനെ വിട്ടാൽ എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ട് വലിയ ഒരു അശനിവാദം പോലെ ദൈവം കടന്നു വരികയാ. ഭോഷ, നിന്റെ അടുത്തേക്ക് ഞാൻ കൊറോണ വൈറസ്, COVID-19 വൈറസിനെ കയറ്റിവിടുക. വലിയ പ്രതിസന്ധിയിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടുക. കാരണം ഇതുവരെ നിന്റെ പോക്കും വരവും ഒന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല, എന്റെ മുമ്പിൽ സ്വീകാര്യമായിരുന്നില്ല. നീയും നിനക്കുള്ളതും നിന്റെ സർവ്വതും നീ ഉപയോഗിച്ച രീതി കാണുമ്പോ, നീ ജീവിച്ച രീതി കാണുമ്പോ നിനക്കൊരു അടി തന്നേ പറ്റൂ. ദൈവം ഇങ്ങനെയൊക്കെ ചിന്തിച്ചോന്ന് അറിയത്തില്ല. നമ്മൾ ഈ വിശുദ്ധ വചനങ്ങളെ ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ എളിയ മനസ്സിൽ കൂടി ഇങ്ങനെയുള്ള ചിന്തകളെ, ബുദ്ധിയിൽ കൂടി ഇങ്ങനെയുള്ള ചിന്തകളെ ദൈവം കടത്തി വിട്ട് തരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്ന ഇവൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഭോഷനാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ദബുദ്ധികൾ, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ഒരു ബുദ്ധിയില്ല, അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു എന്ന് ആരോ ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടു. അതുപോലെ മിനിമം ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ പേടിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടെന്ന് ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പേടിക്കാനെങ്കിലുള്ള ബുദ്ധി അതുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെ ഭോഷൻ എന്നല്ലാതെ എന്താ വിളിക്കുക? കുറെ സമ്പത്തും സ്ഥാനമാനങ്ങളും അലങ്കാരിക പദവികളും ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? മണ്ടയിലൊന്നും ഇല്ലെങ്കിൽ, തലയിലൊന്നും ഇല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന മാമോദീസ പേരാ ഭോഷൻ. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടോ അറിയത്തില്ല. കർത്താവ് ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ വിളിക്കുമായിരിക്കും. കാരണം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ, മാർഗഭ്രംശം സംഭവിച്ച രീതിയിലൂടെ പോകുന്ന പോക്ക് കാണുമ്പോഴാണ് കർത്താവ് ആ പേരിട്ട് വിളിക്കുന്നത്. നല്ല പേര് തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മളാരെ അങ്ങനെ വിളിക്കണ്ട, വിचारुള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ. അപ്പോ ഭോഷ, നിന്റെ ഈ ഇപ്പോഴത്തെ ഈ പോക്ക്, ഈ ജീവിതം, 2020 നിന്റെ പോക്ക്, 2019 നിന്റെ ജീവിത രീതി, അതിനു മുൻപുണ്ടായിരുന്ന നിന്റെ ജീവിത രീതി എനിക്ക് അത്രയങ്ങ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറിയ ഒരു പ്രതിസന്ധി ഞാൻ നിനക്ക് തരിക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീ എന്നെ ആശ്രയിക്കണം. ഞാനാണ് ദൈവം. അതാണ് യാഥാർത്ഥ്യം, സത്യമാണത്. അതുകൊണ്ട് സത്യം, യാഥാർത്ഥ്യം, അതിനെ ഉൾക്കൊള്ളാൻ നീ പഠിക്കണം. ഇത് ചെറിയ ഒരു അടി നിനക്ക് മനുഷ്യവംശത്തിന്, മനുഷ്യകുലത്തിന് എന്ന രീതിയിൽ കിട്ടിയിരിക്കുക. ദൈവം കഠിന ഹൃദയനാണോ? ആയിരിക്കാം.
ദൈവം ക്ഷമിക്കുന്നവനാണോ? ക്ഷമിക്കുന്നവനാണ്. ദൈവം സ്നേഹിക്കുന്നവനാണോ? സ്നേഹിക്കുന്നവനാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും മറുവശത്ത് ഇപ്രകാരമുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ ദൈവം തീരുമാനിക്കും. യോസേപ്പ് പിതാവിന്റെ വർഷമാണ്. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക. യോസേപ്പ് പിതാവിന്റെ വർഷം ആചരിക്കുന്ന ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, യോസേപ്പ് പിതാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു രംഗമുണ്ടല്ലോ. യോസേപ്പ് പിതാവിന്റെ ചിന്തകളെ മാറ്റിമറിച്ച ഒരു അനുഭവം. മാലാഖ വന്ന യോസേപ്പ് പിതാവിനോട് സംസാരിക്കുമ്പോൾ യോസേപ്പ് പിതാവിന്റെ ഹൃദയം ചഞ്ചലചിത്തമായിരുന്നു. സ്വപ്നത്തിലും ഉറക്കത്തിലൊക്കെ ആയിരുന്നു എങ്കിൽ പോലും യോസേപ്പ് പിതാവിന്റെ നന്മകളിൽപ്പെട്ട ഒന്ന്, അദ്ദേഹം നീതിമാനായിരുന്നു. 2, ഭാര്യയെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു. 2 വലിയ നന്മകൾ യോസേപ്പ് പിതാവിനുണ്ടായിരുന്നു. ഈ 2 വലിയ നന്മകള്, നീതിമാനും മറ്റുള്ളവരെ അവഹേളിക്കാൻ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ അപമാനിക്കാൻ, ഇഷ്ടപ്പെടാത്തവനുമായ 2 നന്മകൾ. യോസേപ്പ് പിതാവ് ഈ നന്മകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്, എന്റെ ശരി തന്നെയാണ്, എന്റെ ശരി തന്നെയാണ്. ദൈവം മാലാഖ വഴി പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാമോ? നിന്റെ ശരി ഒരു ശരിയല്ല, നീ വിചാരിക്കുന്ന ശരിയല്ല എന്റെ ശരി. അതുകൊണ്ട് നിന്റെ ശരികൾക്കപ്പുറത്ത് എന്റെ ഒരു ശരിയുണ്ട്, നീ അത് സ്വീകരിക്കണം. യോസേപ്പ് പിതാവ് തന്റെ ശരികളെ എല്ലാം മാറ്റി. യോസേപ്പ് പിതാവിന്റെ ശരി എന്താ? ഭാര്യ ഉപേക്ഷിക്കുക, രഹസ്യമായി ഉപേക്ഷിക്കുക, വിട്ടുപോവുക. ഇതാണ് യോസേപ്പ് പിതാവിന്റെ ശരി. ഈ ശരിയായ തീരുമാനം എടുക്കുന്ന യോസേപ്പ്, അദ്ദേഹത്തിന് തന്നെ ഇത് ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്ത യോസേപ്പ് ആരായിരുന്നു അറിയാമോ? നമ്മൾ കേട്ടു, നീതിമാനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. നിനക്ക് ഒത്തിരി നന്മകൾ ഉണ്ടായിരിക്കാം, നീ നീതിമാനായിരിക്കാം, അനേകം നന്മകൾ നിനക്ക് ഉണ്ടായിരിക്കാം. എന്നാലും നിന്റെ തീരുമാനങ്ങൾ ശരിയല്ലാതെ വരുന്ന സമയങ്ങളുണ്ട്. കാരണം അത് എന്റെ തീരുമാനമല്ലാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരികളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ശരിക്ക് ചെവി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ശരികളെ എല്ലാം മാറ്റിവെച്ച ദൈവത്തിന്റെ ശരികളെ സ്വീകരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ഈ കാലഘട്ടം, കോവിഡ് കാലഘട്ടം എന്ന് ആത്മീയ രീതിയിൽ ചിന്തിക്കാത്തവരുടെ മനസ്സെപ്പോഴും നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. നീറിപ്പുകയുന്ന മനസ്സുകളുടെ ഉടമകളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സന്തോഷചിത്തരും സമാധാനമുള്ളവരും ശാന്തിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവരാ. അങ്ങനെയുള്ളവരാ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധികളില് വിശ്വാസത്തിന്റെ മുഖം, വിശ്വാസത്തിന്റെ ആഴം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള ഉറ്റ ബന്ധമാണ് വിശ്വാസത്തിന്റെ പ്രകടനം ഉള്ളിലുള്ളത്. ആ ഉറ്റ ബന്ധമായ വിശ്വാസത്തിന്റെ ആഴം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കൊറോണ കാലത്തിൽ, കൊറോണ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ മുഴുകി ഇനി രക്ഷയില്ല എന്ന് ജീവിക്കുന്നവർക്ക് ദൈവം പ്രത്യാശയോടെ കടന്നു വരികയാണ്. നമുക്കറിയാം, വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. ഈ 12 മാസത്തിൽ ഏതെങ്കിലും ഒന്ന് ക്രിസ്മസ് ആയിട്ട് വരുന്നില്ല. ഈ 12 മാസങ്ങളിൽ പുതിയ വർഷത്തിന് മുൻപുള്ള ആ മാസം, ഡിസംബർ മാസം, ആ മാസത്തിന്റെയും ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ് ക്രിസ്മസ് വരുന്നത്. അപ്പോ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ദൈവത്തിന് ക്രിസ്മസിലൂടെ നമുക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു സന്ദേശം നൽകുവാനുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുക. അല്ലാതെ ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ അങ്ങ് പുറകിലുള്ള മാസങ്ങളിലോ ഒന്നും അല്ല ക്രിസ്മസ്. ഡിസംബർ 25-ാം തീയതിയാ സന്തോഷത്തിന്റെ, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ ദിനം ക്രിസ്മസ്. തുടർന്ന് പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുക. അപ്പൊ ക്രിസ്മസിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും നിന്നുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രശ്നം തീർന്നില്ല. എവിടെയാണെന്നറിയാമോ? ആ ധനികന്റെ പ്രശ്നം അവിടെ കിടക്കുക. കൊറോണ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന അവന്റെ ജീവിതം അവന്റെ ശരിയാണ്. ദൈവം പറഞ്ഞു, ഈ ശരിയല്ല, വേറെ ശരിയുണ്ട്. ഈ പറഞ്ഞ സംഗതിയെ കടത്തിവിട്ടിട്ട് ദൈവം പറയുക, പക്ഷ ഈ രാത്രി, ഇന്ന് തന്നെ, അനേക വർഷങ്ങളാണല്ലോ നിന്റെ പദ്ധതി, ഈ രാത്രി തന്നെ നിന്റെ ജീവൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ,
നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതായിത്തീരും? ഉത്തരമില്ല. ഉത്തരം പലത് കാണുമായിരിക്കും, പക്ഷെ ശരിയായ ഉത്തരമില്ല. ദൈവമേ, അങ്ങയുടെ മുൻപാകെ ഞാൻ ഒന്നുമല്ല, നീയാണ് വലിയവൻ, നീ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ. മനുഷ്യൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു, ദൈവം അത് നീക്കിക്കളയുന്നു. മനുഷ്യന്റെ പദ്ധതി, ദൈവത്തിൻ്റെതായ പദ്ധതി. അപ്പോ ദൈവമേ, നിന്റെ തീരുമാനത്തിന് ഞാൻ വിധേയപ്പെടട്ടെ. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാകട്ടെ, അത് നടപ്പാകട്ടെ. പോളണ്ടിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് പറഞ്ഞതാണ്. ദേവാലയങ്ങൾ ആത്മാവിന്റെ ആശുപത്രികളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവന. ദേവാലയങ്ങൾ ആത്മാവിന്റെ ആശുപത്രികളാണ്. The churches are like hospitals of the souls. The churches, ദേവാലയങ്ങൾ, സഭകളല്ല, ദേവാലയങ്ങൾ, churches are like hospitals for the souls. ആത്മാവിന്റെ ആശുപത്രികളാണ് ദേവാലയങ്ങൾ. തകർന്നടിഞ്ഞ മനസ്സുകൾക്ക്, വിഷമം നിറഞ്ഞ പ്രതിസന്ധികളിൽപ്പെട്ട മനുഷ്യർക്ക് ആശ്രയവും സങ്കേതവും നൽകുന്ന ദേവാലയങ്ങൾ ആത്മാവിന്റെ ആശുപത്രികളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവന. സ്നേഹമുള്ളവരെ, ദൈവം ഏത് കൊറോണ കാലത്തും പ്രതിസന്ധിയിലും നമ്മളെ സംരക്ഷിക്കുവാൻ ദേവാലയങ്ങൾ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. പള്ളിയിലേക്ക് ചെന്ന്, ദേവാലയത്തിൽ ചെന്ന് തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് വിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതകൾ പല രീതിയിലുണ്ടെങ്കിലും അതൊന്നിനും സാധ്യമാകാത്ത വിധത്തിൽ ജീവിതം നയിക്കുന്നവർക്കും ദൈവത്തോടുള്ള ബന്ധത്തില്, ദേവാലയത്തിനോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ സാധിക്കും, നിലനിൽക്കുവാൻ സാധിക്കും. വീടുകളിലായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, വിദേശങ്ങളിലായിരുന്നാലും ദൈവത്തോടുള്ള ഉറ്റ ബന്ധം, ദൈവ പദ്ധതിയോട് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാനുള്ള സാധ്യതകൾ ഏത് സ്ഥലത്തായിരുന്നാലും നമുക്കുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശക്തി കോവിഡ് പ്രതിസന്ധിയിൽ പ്രകടിപ്പിച്ചേ മതിയാകും. The power of faith in the face of COVID-19 എന്നാണ്. The power of faith, വിശ്വാസത്തിന്റെ ശക്തി COVID-19 കാലഘട്ടത്തിൽ, COVID-19 പ്രതിസന്ധിയിൽ, ഏത് പ്രതിസന്ധി വന്നാലും തളർന്നു പോകി ദൈവത്തിന്റെ ശബ്ദം, ഘോഷ, ഇത്രയും കാലം നീ ചെയ്തതൊക്കെ വിഡ്ഢിത്തരമായി പോയില്ലേ എന്ന് ചോദിക്കാൻ, എന്ന സ്വരം കേൾക്കാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. ഈ ധനികനായ അല്ലെങ്കിൽ ഭോഷനായ ധനികന്റെ രണ്ടാമത്തെ ജീവിത ഭാഗം നമ്മൾ കേട്ടു. ഇതൊരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണോ? ആരുടെയാണ്? ദൈവത്തിന്റെ തന്നെയാണ്. എല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവകരങ്ങളിൽ നിന്നും വരുന്നതാണ്. ഈ പ്രശ്നത്തില് നമ്മൾ ചില നിലപാടുകള്, ഈ പ്രതിസന്ധിയില്, കോവിഡ് പ്രതിസന്ധിയില്, ഈ ഭോഷനായ ധനികന്റെ ഉപമയുടെ പശ്ചാത്തലത്തില് നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കുക. എന്തൊക്കെ നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്ലാനിങ് അല്ല. യാഥാർത്ഥ്യബോധം, ഞാൻ സൂചിപ്പിച്ചു, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്ലാനിങ് ഒരു പ്ലാനിങ് അല്ല. അനേക വർഷങ്ങളിലേക്ക് വേണ്ടവ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, എല്ലാം ഞാൻ ആസ്വദിച്ച് തീർക്കും, കളപ്പുരകൾ പൊളിച്ചു പണിയും, ധാന്യ സമൃദ്ധി ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ചില പദ്ധതികൾ ഇടുകയാണ്. ആ പദ്ധതികള് യാഥാർത്ഥ്യബോധമില്ലാത്ത പദ്ധതികളാണ്. ദൈവത്തെ കൂടാതെയുള്ള ഒരു പ്ലാനിങ്ങും നല്ല പ്ലാനിങ് അല്ല, നമുക്കറിയാം. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുക. നമ്മുടെ ജീവിതത്തില് ഒരു കലണ്ടർ തയ്യാറാക്കുക. ഈ കലണ്ടറില് ചില സ്ഥലങ്ങളിലൊക്കെ ചുമന്ന മഷി കൊണ്ടുള്ള അക്കങ്ങൾ ഉണ്ടല്ലോ. സ്കൂൾ കുട്ടികളൊക്കെ കലണ്ടർ മറിക്കുമ്പോൾ ആദ്യമേ നോക്കുന്നത്, നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്, ചുമന്ന മഷി കൊണ്ട് എവിടെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചുവന്ന അക്കങ്ങൾ. കാരണം അവധി ദിവസങ്ങളാണ്, അതാണ് നമ്മൾ നോക്കുന്നത്, ചുവന്ന അക്കങ്ങൾ. ജനുവരി 26 നമുക്കറിയാം, അങ്ങനെയുള്ള ചില പൊതു അവധി ദിവസങ്ങൾ. ഇനി അതുകൂടാതെ വേറെ ഏതെങ്കിലും കളറിൽ അവധി ദിവസങ്ങൾ വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട്, ഒരു അവധി കിട്ടാൻ വേണ്ടി, അല്ലെ? ഇപ്പൊ പിന്നെ അവധി തന്നെയുള്ളൂ, മുഴുവൻ അവധി. ഇപ്പൊ മുഴുവനും ചുവപ്പക്ഷങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കലണ്ടർ മനസ്സിലാക്കാൻ എല്ലാ ദിവസവും അവധി ദിവസങ്ങളാണ്. ഇപ്പൊ വേറെ അക്ഷരങ്ങളൊന്നും കാണാനില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു കലണ്ടർ നമ്മൾ തയ്യാറാക്കുക, ഒരു പദ്ധതിയാണ്.
ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പദ്ധതിയിൽ ആധ്യാത്മിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉൾച്ചേർക്കണം. ദൈവത്തോട് ചേർന്ന് നിന്ന് ആലോചന ചോദിക്കാതെ ഒരു പദ്ധതിയും ഒരു പ്ലാനിങ്ങും ഇല്ല. അതൊക്കെ അയഥാർത്ഥങ്ങളാണ്, സത്യമല്ല. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്ലാനിങ്, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നല്ല പ്ലാനിങ് നടത്തണം. പാപം പ്ലാൻ ചെയ്യുന്ന ലോകമാണിന്ന്, തിന്മ പ്ലാൻ ചെയ്യുന്ന ലോകമാണിന്ന്. വരുവേൻ, ഇവരാണ് അവകാശി, അവനെ അടിച്ചു കൊന്ന് ഈ അവകാശം മുഴുവൻ നമ്മുടേതാക്കാം. മുന്തിരിത്തോട്ടത്തിലെ കർഷകര് ചെയ്ത ഒരു പ്ലാനിങ്, പാപത്തെ പ്ലാൻ ചെയ്തത്, അവനെ കൊന്ന് അവകാശം നമ്മുടേതാക്കാം. ഇവരാണ് അവകാശി. ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള കൃഷിക്കാരാ, അവനെ തിരിച്ചറിയുന്നുണ്ട്. ഇവനെ തല്ലിക്കൊന്ന് ഈ അവകാശം മുഴുവൻ മുന്തിരിത്തോട്ടം നമ്മുടേതാക്കാം. അത് പാപത്തെ പ്ലാൻ ചെയ്യുന്നതിന് ഒരു ഉദാഹരണമാണ്. നമ്മുടെ ഈ വർഷത്തില് പാപത്തെ പ്ലാൻ ചെയ്യുന്നവരോ തിന്മ പ്ലാൻ ചെയ്യുന്നവരോ ആകാതെ നന്മ പ്ലാൻ ചെയ്യുക. ദൈവത്തോട് ചേർന്ന് നിന്ന് നന്മ പ്ലാൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അമിതമായ ആത്മവിശ്വാസം. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അമിതമായ ആത്മവിശ്വാസം, അനിയന്ത്രിതമായ ആത്മവിശ്വാസം. ഈ അനിയന്ത്രിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതിരുവിട്ട സ്വയം സ്നേഹമാണ്. അതിരുവിട്ട സ്വയം സ്നേഹം, അനിയന്ത്രിതമായ ആത്മവിശ്വാസം, എനിക്ക്, ഞാൻ ഒക്കെ എന്നുള്ള ചിന്ത, അനിയന്ത്രിതമായ ഒരു സ്വയം സ്നേഹം. ഞാൻ എന്നെ എപ്രകാരം സ്നേഹിക്കണം, ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം, അതിൻ്റെ മാനദണ്ഡം ഈശോ പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ ഒരു മറുരൂപമാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന വചനമുണ്ടല്ലോ. ആ വചനത്തിന്റെ മറുരൂപത്തെ കുറിച്ച് ചിന്തിക്കുക. നിന്റെ അയൽക്കാരന് വേണ്ടി നീ എന്ത് കൊടുക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, അതുപോലെ തന്നെ അത്രയും മതി നിനക്കെന്നുള്ള രീതിയിലായാലോ. അപ്പൊ നീ എത്രമാത്രം അയൽക്കാരനെ സ്നേഹിക്കുവാൻ മുന്നിട്ട് ഇറങ്ങുന്നുണ്ടോ അത്രമാത്രം നിന്നെയും നീ സ്നേഹിച്ചാൽ മതി എന്നുള്ള മറുരൂപത്തിൽ ചിന്തിച്ചാലോ. ഇപ്പൊ സ്വയം സ്നേഹം അയൽക്കാരന് ചെയ്തു കൊടുക്കുന്ന നന്മയുടെ അളവ് വെച്ചുകൊണ്ട്, ആ അളവ് പോലെ വെച്ചുകൊണ്ട് മതി എന്ന് ചിന്തിച്ചാലോ. എൻ്റെ ഇടയ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ. അതിന് വിട്ട സ്വയം സ്നേഹം, അത് അമിതമായ ആത്മവിശ്വാസത്തിന്റെ ഒരു അടയാളമാണ്. മൂന്നാമത്തെ കാര്യം, വ്യാമോഹങ്ങളിൽ കുടുങ്ങിയ ജീവിതം. ഈ ഭോഷനായ ധനികന്റെ ഉപമയിലൂടെ പുതിയ വർഷത്തില് ചില ചിന്തകൾ കർത്താവ് നമുക്ക് നൽകുകയാണ്. പാടില്ല എന്ന് പറയുന്ന കാര്യം അതിര് വിട്ട് എന്താണ് പറയുക? വ്യാമോഹങ്ങളിൽ കുടുങ്ങിയ ജീവിതം. വ്യാമോഹങ്ങളിൽ കുടുങ്ങിയ ജീവിതം. ഭോഷനായ ധനികന്റെ ചിന്താഗതികളിലേക്കാണ് നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ പോവുക. അടുത്തൊരു കാര്യം, ഞാൻ അധികം ദീർഘമായി പറയുന്നില്ല. അടുത്തൊരു കാര്യം, അപഭ്രംശം സംഭവിച്ച ആനന്ദവും വൈകാരികതയും. അപഭ്രംശം സംഭവിച്ച ആനന്ദം, അതുപോലെ വൈകാരികത. എന്താ ഇവിടെ സംഭവിച്ചത്? എല്ലാം സജ്ജീകൃതമാണ്. തിന്ന് കുടിച്ച് ആനന്ദിക്കുക, ഉന്മത്തനാവുക. ഇത് എല്ലാ തരത്തിലുമുള്ള പാപകരമായ വൈകാരികതയുടെ ആകത്തുകയാണ്. എനിക്കെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്റെ വൈകാരികതയെ നിയന്ത്രിക്കുവാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. എല്ലാ സാധ്യതകളും എന്റെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടം പോലെ വൈകാരികതയിൽ ജീവിക്കുക, തിന്ന് കുടിച്ച് ആനന്ദിക്കുക. ഈ ഭോഷനായ ധനികൻ തന്നോട് തന്നെ പറയുകയാണ്, വൈകാരികതയിൽ കുടുങ്ങിപ്പോയ ഒരു ജീവിതമാണ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആരും ഈ ഭോഷനായ ധനികനെ പോലെ ശാരീരിക അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡിക അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് കുടുക്കിലാക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് പോകാതിരിക്കുവാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സന്ദേശമായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്. എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. 4-ാം അധ്യായം, എഫേസ്യോസ് 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്നവരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ
ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. ഇതല്ലേ ഭോഷനായ ധനികന്റെ ജീവിതത്തിന്റെ മറുവശം? എല്ലാത്തരം അശുദ്ധിയിലും എല്ലാ തരത്തിലുള്ള വൈകാരികതയിലും ആവേശത്തോടെ മുഴുകി. ഇതൊരു വ്യർത്ഥ ചിന്തയാണ്, ശരിയായ ചിന്തയല്ല, വ്യർത്ഥ ചിന്തയാണ്. ഈ വ്യർത്ഥ ചിന്ത ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ദൈവവുമായുള്ള ഉറ്റബന്ധം സംസ്ഥാപിതമാക്കുവാൻ ഈ പറയുന്നവയെല്ലാം തടസ്സങ്ങളാണ്. ഈ ഭോഷനായ ധനികന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സർവ്വകാര്യങ്ങളും ദൈവവുമായ ഉറ്റബന്ധം, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഇന്റിമസി വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ഉറ്റബന്ധം സ്ഥാപിക്കുവാൻ തടസ്സങ്ങളാണ്. അതുകൊണ്ട് വൈകാരിക ജീവിതം, അതിന് നിയന്ത്രണമില്ലാത്ത വൈകാരികത, സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിത ശൈലി 2021 ജീവിത ശൈലി അല്ല. അത്തരത്തിലുള്ള ഒരു മേഖലയാണ്, സാധ്യതയാണ് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധികളിൽ മിതവ്യയം പാലിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ ഇല്ലാതിരുന്ന കുറെ നന്മകൾ നമ്മളിലേക്ക് കടന്നു വരാൻ കോവിഡ് പ്രതിസന്ധി അവസരമൊരുക്കി. അതുകൊണ്ട് പ്രതിസന്ധികൾ മാത്രമുള്ള കാലഘട്ടമായിട്ട് കഴിയുന്ന ഒരു അവസരമായി കൊറോണയെ നമ്മൾ കാണുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, നല്ല പാഠങ്ങൾ നമുക്ക് തരുവാൻ ഉള്ള ഒരു പ്രതിസന്ധിയുടെ കാലം തന്നെയായി നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ഇവയെല്ലാം അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ അടിമപ്പെടുത്തി. നാം വായിക്കുകയാണ്. ഇപ്രകാരം വൈകാരികതയിൽ മാത്രം ജീവിക്കുന്ന തലമുറ ആകരുത് നമ്മള്. മറിച്ച് എങ്ങനെയുള്ളവരായിരിക്കണം? വീണ്ടും പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇതല്ല പഠിച്ചത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് ഇതല്ല. പിന്നെന്താണ്? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. സത്യം അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. എന്തിനു വേണ്ടി കൊറോണ കാലഘട്ടം? എന്തിനു വേണ്ടി 2021? പുതിയ മനുഷ്യനെ ധരിക്കണം, പുതിയ മനുഷ്യരാകണം. അത് ദൈവത്തിന്റെ പ്ലാനിങ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാ. പുതിയ മനുഷ്യനെ ധരിക്കുക. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഇടവക പള്ളികളിലും അല്ലാതെയുമൊക്കെ ഒരു വർഷം സമാപിക്കുമ്പോൾ പാതിരാ കുർബാനയോടനുബന്ധിച്ച് ഒരു കോലം കത്തിക്കാറുണ്ട് നമ്മൾ, അല്ലെ? ഒരു പഴയ മനുഷ്യനാണെന്നാണ് പറയുക. നാട്ടിൽ കിട്ടാവുന്ന പഴയ വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു കോലമുണ്ടാക്കി വൈക്കോലും തടിയും മറ്റു സാധനങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു വികൃത രൂപിയെ പള്ളി അങ്കണത്തിൽ ഉയർത്തി നിർത്തും, അല്ലെ? ഒരു കോലിന്മേൽ ഉയർത്തി നിർത്തും. അതിന്റെ അകത്ത് ഗുണ്ടും പടക്കങ്ങളും മിന്നുന്ന മറ്റു സാധനങ്ങളും ഒക്കെ തിരികെ വെച്ച് തീ കൊളുത്തി കഴിയുമ്പോൾ പൊട്ടപ്പൊട്ടാന്ന ശബ്ദത്തിൽ ഇത് പൊട്ടിത്തെറിക്കും. അവസാനം അതിന്റെ തലയിൽ കമിഴ്ത്തിയിരിക്കുന്ന ചട്ടിക്കകത്തെ പടക്കവും പൊട്ടിക്കഴിയുമ്പോൾ തല പൊട്ടിത്തെറിക്കും. എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കും. എന്താ? പഴയ മനുഷ്യൻ പൊട്ടിത്തെറിച്ച് ഇല്ലാതെയായിപ്പോയി. പഴയ മനുഷ്യൻ ഇനി ജീവിക്കുന്നില്ല. അവന്റെ അകത്ത് തിരികെ വെച്ച പടക്കമൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോ അവൻ ഛിന്ന ഭിന്നമായി പോയി. കൈ ചിലപ്പോൾ അടുത്ത മാവിന്റെ മുകളിലായിരിക്കും ചെന്ന് നിന്നത്, കാല് ചിലപ്പോൾ അടുത്ത കണ്ടത്തിലെ പറമ്പിലൊക്കെ ആയിരിക്കും ചെന്ന് വീണത്. അങ്ങനെ ഛിന്ന ഭിന്നമായി നാമാവശേഷമായി പോയി പഴയ മനുഷ്യൻ. പ്രതീകാത്മകമായ ഒരു ചിത്രീകരണമാണ് നമ്മൾ അവിടെ നടത്തുന്നത്, പ്രതീകാത്മകം. അങ്ങനെ ഛിന്ന ഭിന്നമായി പോയ ആ മനുഷ്യൻ നിന്ന സ്ഥാനത്ത് പിന്നെ ഒന്നുമില്ല. അവിടെ കുറച്ച് ചാരം ചാമ്പലും അല്ലാണ്ട് വേറെ ഒന്നും, നവമായ ജീവിതം അവിടെ മുളയെടുക്കുന്നില്ല. അതോടെ അത് അവസാനിച്ചു. പക്ഷെ മനുഷ്യന്റെ രീതി അങ്ങനെയല്ല. പഴയ മനുഷ്യനെയൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യൻ വരണം, ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാകണം. അതാണ് ആ പുതിയ മനുഷ്യന്റെ വസ്ത്രധാരണങ്ങളും രീതികളും എന്തൊക്കെയാണെന്ന് അറിയാമോ? മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥമായ വിശുദ്ധി, നീതി, ദൈവത്തിന്റെ സാദൃശ്യം, ഇതൊക്കെ ഉടയാടയാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ മനുഷ്യൻ. ദൈവത്തിന്റെ നീതി, വിശുദ്ധി, ദൈവത്തിന്റെ സാദൃശ്യം, ഇതൊക്കെ
സ്വീകരിച്ച് സ്വാംശീകരിച്ചു കൊണ്ടുവരുന്ന ഒരു പുതിയ മനുഷ്യനുണ്ടാകും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു പുതിയ മനുഷ്യന്റെ സൃഷ്ടി, പുതിയ മനുഷ്യനായി തീരുക. പഴയത് പോട്ടെ, പൊട്ടിത്തെറിച്ചൊക്കെ പോട്ടെ, പുതിയ മനുഷ്യനായി തീരുക. അതല്ലേ 2021 തന്നുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകട്ടെ. മോശനായ ധനികനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വർഷ ചിന്തകളിലേക്ക് വീണ്ടും നമ്മൾ കിടക്കുമ്പോൾ ഇപ്രകാരം ഒന്നുകൂടി നമ്മൾ കാണുകയാണ്. സമൃദ്ധിയെക്കുറിച്ച് ആധ്യാത്മിക ദർശനമില്ലാത്ത അവസ്ഥ, സമൃദ്ധിയെക്കുറിച്ച് ഒരു ആത്മീയ കാഴ്ചപ്പാടില്ല. കളപ്പുരകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഇല്ലേ? ധാന്യശേഖരണം, സംഭരണം, അനേക വർഷത്തേക്ക് വേണ്ട സമൃദ്ധി എനിക്കുണ്ട്. ഈ സമൃദ്ധിയിലും നടുവിലും ഞാൻ ഒരു ആധ്യാത്മിക ദർശനമുള്ള മനുഷ്യനാകണം. ഇല്ലെങ്കിൽ പാതിരായ്ക്ക് ദൈവം വന്നിട്ട് പോഷ ജീവൻ പോകും. ഒരു ആധ്യാത്മിക ദർശനം സമ്പത്തിന്റെ നടുവിലും ഉള്ളതിന്റെ നടുവില് ആധ്യാത്മിക ദർശനത്തോടുകൂടി ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കാൻ സാധിക്കണ്ടേ? എല്ലാം ദൈവം തന്നു, എല്ലാം ദൈവത്തിൻ്റെതാണ്. സമ്പൽ സമൃദ്ധിയുടെ നടുവിലും ആത്മീയ ദർശനത്തോടെ ജീവിച്ച ഒരു പഴയ നിയമ മനുഷ്യനാണ് ജോബ് എന്ന് നമുക്കറിയാം. എല്ലാ സമ്പത്തിന്റെ നടുവിലും ദൈവത്തെ കാണാൻ ദൈവികമായ കാഴ്ചപ്പാടോടെ ജീവിച്ച മനുഷ്യനാണ് ജോബ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ മനുഷ്യനെ മാത്രം ഒന്ന് പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു. സ്നേഹമുള്ളവരെ, അപ്പോ സമ്പൽ സമൃദ്ധിയെ കുറിച്ചുള്ള ഒരു ആത്മീയമായ കാഴ്ചപ്പാട്. ഒരുപക്ഷെ നമ്മൾ ഒന്നുമില്ലാത്തവരാണെന്ന് നമ്മൾ വിചാരിച്ചാലും ദൈവം നമുക്ക് പലതരത്തിലുള്ള സമ്പത്ത് നമുക്ക് തന്നിട്ടുണ്ട്. പണം മാത്രമല്ലല്ലോ സമ്പത്തായിട്ടുള്ളത്. നമുക്ക് വലിയ സമ്പത്തുള്ളവരാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയോ, സാധിക്കുന്ന സമയത്ത് ഒരു ആശുപത്രി സന്ദർശിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സങ്കേതങ്ങളൊക്കെ ഉണ്ടല്ലോ. വെറുതെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ എത്രയോ സമ്പന്നരാണ്. ഒരു മനുഷ്യന്റെ സാമ്പത്തിക നില നോക്കുന്നത് അദ്ദേഹത്തിന്റെ ബാങ്കിലുള്ള സെക്യൂരിറ്റിയോ ബാങ്ക് നിക്ഷേപങ്ങളോ ഒന്നും അല്ലല്ലോ. ദൈവത്തിന്റെ മുമ്പിൽ സമ്പന്നരാകാൻ സൽപ്രവർത്തികളും പുണ്യപ്രവർത്തികളും മറ്റ് ശാരീരികമായ മാനസികമായ നന്മകളും ഒത്തിരി ഉണ്ടല്ലോ. അതാണ് ദൈവത്തിന്റെ മുൻപിലെ സമ്പന്നത. ആ സമ്പന്നതയിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആധ്യാത്മികമായ കാഴ്ചപ്പാടോടെ നോക്കിക്കാണാൻ, മറ്റുള്ളവരെ കാണാൻ നമുക്ക് സാധിക്കും. സമ്പത്തിന്റെ നടുവിലുള്ള ആധ്യാത്മിക ദർശനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സന്മനസ് ഔദാര്യ ബുദ്ധി പ്രവർത്തിക്കുന്നത്, ഔദാര്യത്തിന്റെ മനസ്സിളകുന്നത്, ഔദാര്യത്തിന്റെ ഹൃദയം ചലിക്കുന്നത്. ഈ സമ്പത്തിന്റെ നടുവിലും ഉള്ളതിന്റെ നടുവിലും നിന്നുകൊണ്ട് നാം ആത്മീയ ദർശനത്തോടുകൂടി നോക്കിക്കാണുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് തന്നത് ദൈവമാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം. എന്ത് കിട്ടിയാലും, പണം മാത്രമല്ല, എന്ത് കിട്ടിയാലും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മള് പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളിൽ കാണുന്ന ഒരു ഗതികേട് എന്താണെന്നറിയാമോ? അത് പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങളിൽ, നമ്മുടെ ജീവിത കഥാപാത്രങ്ങളിൽ നമ്മൾ തന്നെ കാണുന്ന ഒരു ഗതികേട് എന്താണെന്നറിയാമോ? ചില മനുഷ്യരുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട്, വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവര് ഒരു കൈ ഒന്ന് സഹായിക്കും. ഒരു കൈത്താങ് കൊടുത്തൊന്ന് സഹായിക്കും. ഈ കൈത്താങ് കൊടുത്തു കഴിയുമ്പോൾ അവര് മെല്ലെ ഒന്ന് പച്ച പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ അവരല്പം കൂടി ഒന്ന് മെച്ചപ്പെടും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരൊന്നും കൂടെ പ്രബലരാകും. അങ്ങനെ അവർ കുറച്ചും കൂടി ഇങ്ങനെ നന്നായിട്ട് വളരും. ഇങ്ങനെ നന്നായിട്ട് വളർന്നു കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ ദൈവത്തെ അങ്ങോട്ട് മറക്കുക. പ്രതിസന്ധിയിൽ സഹായിച്ച ദൈവമുണ്ട്, വളർത്തിയ ദൈവമുണ്ട്. വളർന്ന് മാനം മുട്ട എത്താറാകുമ്പോൾ പിന്നെ താഴത്തേക്ക് നോക്കില്ല, ദൈവത്തെ മറക്കുക. ദൈവത്തെ മറന്നു ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഒരടി കൊടുത്തിട്ട് പഴയ സ്ഥലത്തേക്ക് വീണ്ടും കൊണ്ടുവരും. തലമുറകൾ കഴിയുമ്പോൾ അഭിമാനിക്കാവുന്ന, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടാകുന്ന അഭിമാനിക്കാവുന്ന എല്ലാം പോയി മറഞ്ഞു. ദൈവം കൊടുക്കുന്നു, അഹങ്കരിക്കുന്നു, എല്ലാം ഒന്നുമില്ലാതാകുന്നു. പഴയ ജീവിത അവസ്ഥയിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന പല കഥാപാത്രങ്ങളെയും ബൈബിളിലുണ്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ചുള്ള, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സമ്പത്തും ഉള്ള അവസ്ഥയാണ്. അതിനെക്കുറിച്ചൊരു ആത്മീയ ദർശനം നമുക്കുണ്ടാകട്ടെ. അവസാനമായിട്ട്
ഈ പറഞ്ഞ ഭോഷനായ ധനികനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത് ഒരു ക്രമം തെറ്റിയ മുൻഗണനകളാണ്. ക്രമം തെറ്റിയ മുൻഗണനകൾ. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചില കലണ്ടറുകൾ നമ്മൾ രൂപീകരിക്കുന്നു. പ്രഥമ സ്ഥാനം, രണ്ടാം സ്ഥാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കലണ്ടറുകൾ. അതില് ക്രമം തെറ്റിയ മുൻഗണനകൾ. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് ഒന്നാം സ്ഥാനം കൊടുക്കണ്ടേ? രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ കൊടുക്കേണ്ടതിന് ആ സ്ഥാനത്ത് ഒന്നാം സ്ഥാനം കയറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ക്രമരഹിതമായ മുൻഗണന, ക്രമമില്ലാത്ത, ക്രമം തെറ്റിയ മുൻഗണനകൾ, ഏത് തരത്തിലുള്ള മുൻഗണനകൾ നമ്മൾ ക്രമീകരിച്ചാലും അതിലെ പ്രഥമ സ്ഥാനം ദൈവത്തിനായിരിക്കണം. അല്ലെങ്കിൽ അത് ക്രമം തെറ്റിയ മുൻഗണനകളായി മാറിപ്പോകും. ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ. എത്രയോ മനുഷ്യരാണെന്നല്ലേ നിങ്ങൾക്കറിയാം, നമുക്കറിയാം. നമ്മൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷഭരിതമാണ്. ഹൃദയത്തിന്റെ ഉള്ളില് ഒരു വലിയ ചാരിതാർത്ഥ്യമാണ്, ഒരു വലിയ സന്തോഷമാണ്. നമുക്കറിയാം, നമ്മുടെ രൂപതയിലെ ഈ പനങ്കുറ്റി ഇടവകയിലെ ജോയി അറയ്ക്കൽ എന്ന് പറയുന്ന ജോയിയുടെ മകള് ആഷ്ലി ജോയി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഫൈനൽ ഇയറിൽ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാര്യം പത്രത്തിലൊക്കെ വന്നതാണ്. നമ്മൾ പല വേദികളിലും വെച്ച് അനുമോദിച്ചതാണ്. ഞാനിത് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചത്. അവള് ആഷ്ലി പഠനത്തിനിടയിൽ ഫസ്റ്റ് റാങ്കുകാരിയാണ് ഹിസ്റ്ററിയിൽ യൂണിവേഴ്സിറ്റി. പഠനത്തിനിടയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കും. അത് അവളുടെ ഒരു സ്വകാര്യ ആധ്യാത്മികതയാണ്. എല്ലാവർക്കും അനുകരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്വകാര്യമായ ആധ്യാത്മികതയാണ് അവൾ രൂപീകരിച്ചെടുത്തിരിക്കുന്ന ആധ്യാത്മികതയാണ്. ഈ ഞായറാഴ്ച ദിവസം ഒരു ജോലിയുടെ ഭാഗം എന്ന രീതിയിൽ തന്നെ കണ്ട് പഠനപരമായ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക. ദൈവത്തിന് വേണ്ടി വചനം വായിക്കാനും പഠിക്കാനും ദൈവിക കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനും ഒക്കെ വേണ്ടി മാത്രം ഞായറാഴ്ചയെ പ്രയോജനപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥിനി ഫസ്റ്റ് റാങ്ക് ആയിട്ട് തിരിച്ചു വരിക. പ്രയോറിറ്റി, മുൻഗണന ക്രമം നിശ്ചയിച്ചപ്പോ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. അവളെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ സന്തോഷം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ആശയപരമായ കാര്യങ്ങളല്ല. ഞാനിവിടെ നിന്ന് പറയുമ്പോൾ ആശയങ്ങളാണ്. മുൻഗണന കൊടുക്കുമ്പോൾ ദൈവത്തിന് എന്നൊക്കെ പറയുക ശരിയാ. പക്ഷെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും തീരുമാനിക്കുമ്പോഴും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഓരോ കാര്യം ചെയ്യുവാൻ തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മുൻഗണനാക്രമം ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇവിടെ കേട്ട ഈ വചന സന്ദേശം, പ്രത്യേകിച്ച് ഭോഷനായ ധനികനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഈ സന്ദേശം 2021 പ്രാരംഭത്തില് ദൈവം കൽപ്പിച്ചു കൂട്ടി നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ ആത്മീയ ചിന്തകൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നാം ഓരോരോ പദ്ധതിക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടും അതിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലും ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ, പദ്ധതിയിടുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തില്, അതിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തില് ദൈവമല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയമില്ല. ദൈവമല്ലാതെ നമുക്കൊന്നും ആശ്രയമില്ല. നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ മറികടക്കുവാൻ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ജീവിതം, വിശ്വാസത്തില് മന്ദതയില്ലാത്ത ഒരു ജീവിതം, കുറ്റപ്പെടുത്തലുകളോ നിരാശകളോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടലുകളോ ഇല്ലാത്ത ദൃഢമായ ഒരു ജീവിത ശൈലി. യുവാക്കന്മാരും യുവതികളും മാതാപിതാക്കളും മക്കളും ഒക്കെ ഉള്ള ഒരു നല്ല വിശ്വാസ അന്തരീക്ഷം കുടുംബത്തിന് സംജാതമാകട്ടെ. ദേവാലയങ്ങളിൽ പോയി 6 അടി അകലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ചാൻസ് കിട്ടില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ചാൻസുകൾ പ്രയോജനപ്പെടുത്തണം. ചില ദേവാലയങ്ങളില് അവര് പങ്കെടുക്കാവുന്ന വിശ്വാസികളുടെ എണ്ണം, കുർബാനയിലും മറ്റുമൊക്കെ പങ്കെടുക്കാവുന്ന വിശ്വാസികളുടെ എണ്ണം അവർക്ക് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്.
കാരണം കൂടുതൽ പേര് പള്ളിയുടെ വ്യാപ്തിക്ക് അപ്പുറത്ത് നിന്ന് പള്ളിയിൽ പങ്കെടുക്കണമെന്ന്, കുർബാനയിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. പേര് കൊടുക്കുക. അച്ഛന് നിർവാഹമില്ല, അതുകൊണ്ട് അച്ഛന്മാർ അവരെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ കുർബാന പിതാവിന്റെ അനുവാദത്തോടു കൂടി തന്നെ പരിശുദ്ധ കുർബാനകളുടെ എണ്ണം കൂട്ടുകയാണ്. കൂടുതൽ പേര് പങ്കെടുക്കാൻ വരികയാണ്, കൂടുതൽ പേര്. എന്നാൽ ചുരുക്കം ചില സ്ഥലങ്ങളില് ഒരുപക്ഷെ അവരുടെ ഭയപ്പാടുകളോ ആശങ്കകളോ ഒക്കെ ആയിരിക്കാം. പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ, ആരാണ് എന്റെ കാര്യം, പള്ളിയിലെ അച്ഛനൊക്കെ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണ്ടേ എന്ന രീതിയിലും ചുരുക്കം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഏതായാലും ദൈവത്തോടുള്ള ഉറ്റബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അതിന് തടസ്സമായി, വിഘാതമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും നമ്മുടെ മുമ്പിൽ നാം കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2021 വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് സജീവമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രതിസന്ധികളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് പാഠങ്ങളും പഠിച്ച മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാൻ പോവുകയാണ്. ഒരുപക്ഷെ ദൈവം വാക്സിനുകളുടെ രൂപത്തിലാകാം, ഔഷധങ്ങളുടെ രൂപത്തിലാകാം, പ്രതിരോധ മരുന്നുകളുടെ രൂപത്തിലാകാം ദൈവം ഇടപെടുന്നത്. പല രീതിയിൽ ദൈവം ഇടപെടും. 2021 പ്രതീക്ഷകളുടെ ഒരു വർഷമാണ്, നന്മകളുടെ ഒരു വർഷമാണ്. അങ്ങനെ ആകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പലതരത്തിൽ നമ്മുടെ മനസ്സിനെ നീറ്റുമ്പോൾ ദൈവമായ കർത്താവ് അത് പരിഹരിച്ചു തരുവാൻ ആവശ്യമായ എല്ലാ സാധ്യതകളും തുറവികളും നമ്മുടെ മുമ്പിൽ വെക്കും. നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വർഷത്തിന്റെ നന്മകള്, മംഗളങ്ങള് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ബലഹീനരും പാപികളും നിസ്സാരരുമായ ഞങ്ങൾ വലിയ പദ്ധതികൾ ഞങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളിൽ തന്നെ അഹങ്കരിക്കുകയും നിന്റെ മുൻപാകെ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഞങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് നിന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്നും ആ അകൽച്ചയുടെ അവസരങ്ങളെ മാറ്റിക്കളഞ്ഞാൽ നിന്നിലേക്ക് അടുത്തു വരുമെന്നുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈശോയെ, അങ്ങയോടുള്ള ആഴമായ ബന്ധം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, മങ്ങിപ്പോയ ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ കർത്താവേ 2021 പുതിയ വർഷം ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന, ആരും ഒരിക്കലും ചിന്തിക്കാതിരുന്ന ചില സംഭവങ്ങൾ 2020 ഞങ്ങളിലേക്ക് കടന്നു വന്നുവല്ലോ. പ്രത്യേകിച്ച് രോഗവ്യാപനം, COVID-19 എന്ന രോഗത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ പല പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ളവ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അങ്ങേക്ക് അങ്ങയുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവയുടെ പിന്നിലുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഞങ്ങളിലേക്ക് വരുവാൻ ഇടവന്നുവെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നന്മകളും ഞങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നീ ശക്തനാണെന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അപ്രാപ്യമായ നന്മകള്, ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ നന്മകള് അവിചാരിതമായ വേളകളില്, സന്ദർഭങ്ങളില്, നിഗൂഢമായ രീതിയിൽ നീ ഞങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളില്, പല രൂപത്തില്, പല ഭാവത്തില് നീ തന്നെ ഞങ്ങളിലേക്ക് വരുമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവേ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും, ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ മറികടക്കുമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ അവയെല്ലാം നിഷ്പ്രയാസം മറികടക്കുന്നതിനുള്ള സാധ്യതകളുമായി അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വരുമെന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. പ്രത്യാശയോടെ അങ്ങ് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഈ പുതിയ വർഷം ഞങ്ങൾ പ്രത്യാശിക്കുന്നവ സർവ്വതും ലഭിക്കുവാനും അങ്ങനെ അങ്ങയിലുള്ള വിശ്വാസത്തിലും ബന്ധത്തിലും ഞങ്ങൾ ആഴപ്പെടുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങൾ
ഞങ്ങൾ ശ്രവിച്ച അങ്ങ് തന്നെ അരുളി ചെയ്ത ഉപമ, ഭോഷനായ ധനികന്റെ ഉപമയിലെ തിന്മകളൊന്നും ഈ വർഷത്തിൽ ഞങ്ങളെ സ്വാധീനിക്കാതിരിക്കട്ടെ. നേരെ മറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവ, പൗലോസ്ലീഹായിലൂടെ പറഞ്ഞിട്ടുള്ളവ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകട്ടെ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്ത് ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഞങ്ങൾക്ക് സഹായകമാകണമേ. പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഏതെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്, പുതിയ മനുഷ്യനായി ഞങ്ങൾ എങ്ങനെയാണ് മാറേണ്ടതെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ചെറിയ വചന രൂപത്തില് കർത്താവേ, വചനം ചെറുതാണെങ്കിലും അതിന്റെ അർത്ഥവും ആഴവും വളരെ വ്യാപ്തിയുള്ളതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. യേശുവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പുതിയ മനുഷ്യരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. പുതിയ മനുഷ്യരാകുമ്പോൾ ഞങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ആഴമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടതെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. നല്ല ദൈവമേ, ഈ പുതിയ വർഷം അങ്ങയുടെ വലിയ സമ്മാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുപ്രഭയുടെ നന്മകളെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മറ്റൊരു വലിയ നന്മയായി 2021 വർഷത്തെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തുതി. നിത്യമായി അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.